പഴച്ച ചെറുക്കന് കെടുക്കുമ്പോൾ പാവാണ്, പക്ഷെ എണീറ്റാൽ തീർന്നു ഇവൻ്റെ കാര്യം. ഗൈസ്, നമ്മളവനെ ഡെലിവറി ചെയ്യാൻ പോകുക. കാരണം അവന് ഡെലിവറി ചെയ്യപ്പെട്ടു. നമ്മൾ വേറെ രാജ്യത്തൊക്കെ പറഞ്ഞേക്കാൻ പോകുക. അങ്ങനെ ഞാൻ ഗൈസ് അവനെ ഡെലിവറി ചെയ്തു. പാവം ചെക്കൻ. ഇനി നമുക്കവിടെ ഒറ്റയ്ക്ക് താമസിക്കാമല്ലോ ഗൈസ്. നോക്കുമ്പോൾ ഗൈസ് അവനിവിടെ മൊത്തം വൃത്തിയുടെ ചില്ലറ ചെറുക്കനല്ല. അവനിവിടെ മൊത്തം വൃത്തിയേടാക്കിയിട്ട് നമ്മളോട് വൃത്തിയാക്കാൻ പറയണം. വീട്ടിൽ പോലും വൃത്തിയാക്കാത്ത ഇന്നെ ഇവിടെ വൃത്തിയാക്കിപ്പിക്കണം. അവൻ്റെ ആ ഒരു സ്വഭാവം നോക്കിയ ഗൈസ് എനിക്കത് സഹിക്കണില്ല. പിന്നെ ഗൈസ് നമുക്കൊരു ഓഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഓഡിയോ ഓണാക്കുമ്പോൾ ഓരോ തേങ്ങ ഉണ്ടെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. എനിക്ക് സംഭവം എന്താണെന്ന് പിടിയിട്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താ വരാൻ നോക്കുമ്പോൾ ആ ചെറുക്കൻ തന്നെ ഗൈസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അവനെ ഡെലിവറി ആക്കി അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അങ്ങനെ ഗൈസ് ഇവിടെ നെക്സ്റ്റ് ഡേ ആയിരിക്കണേ. നെക്സ്റ്റ് ഡേയിൽ നമ്മളെ ചെക്കൻ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. സംഭവം എന്നോട് ചിത്രം വരച്ചു കൊടുക്കാൻ ഞാൻ പിന്നെ നല്ല കലാകായിക ആയതുകൊണ്ട് അവനെ ഞാൻ നല്ല രീതിയിൽ വരച്ചു കൊടുത്ത്. പക്ഷെ അവനക്കത് ഇഷ്ടമായില്ല ഗൈസ്. അവൻ കത്തിച്ച് അവനടുത്ത് എറിയണ്ടേ. നോക്കുമ്പോൾ ഗൈസ് അവൻ്റെ ഷെൽഫിൽ ഞാൻ വരച്ചു കൊടുത്ത്. അവനക്ക് നല്ല ഇഷ്ടമായിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഗൈസ് അടുത്ത സീഡിട്ട് ഒരു പ്രാവശ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് തേങ്ങ വരണം ചെക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ് ചെക്കനക്ക് എന്നെ നല്ല ഇഷ്ടമാണ് ആയിക്കണം. ഞാൻ നല്ല കെയറിങ് ആയതുകൊണ്ട് ചെക്കൻ എന്നെ നോക്കിയിട്ടാണ് ഗൈസ് അതിൻ്റെ ഉള്ളിൽ കൂടെ. എനിക്ക് സങ്കടം. ഞാൻ എടുക്കാനൊക്കെ പോയി, പക്ഷെ സംഭവം എടുക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവേ പറ്റില്ല. അത് അവൻ്റെ എന്തോ തേങ്ങയാണ്. ദേ നോക്കട ഒരു മുട്ട. അവനെപ്പോഴാണ് മുട്ടട്ട്? എടാ ഗൊമ്മാലേ, 2 എണ്ണമായി ഇനി.